ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഒരു 230 വോൾട്ട് AC ചേസറാണ്. ഇത് 6 ചാനലിലാണ് വരുന്നത്. ഇവിടെ ഒരു നോബിൽ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിനകത്ത് 2 ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 1000 വാട്ടാണ് പെർ ചാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ചാനലിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ 2 ചാനൽ മാത്രമായിട്ടുണ്ട്. 3, 4, 5, 6 ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മാറ്റാൻ പറ്റും. ഫോർവേഡ്, റിവേഴ്സ്, ഫോർവേഡ് മാത്രം പോകുന്ന രീതിയിൽ ഇതിനെ ഇടാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലെ ഫങ്ഷൻസ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്റ്റേഴ്സ് കാണാൻ പറ്റും 6 ചാനലിൻ്റെ. പിന്നെ ഇവിടെ 230 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗ് ലൈൻ അത് പ്ലഗിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ കണക്ഷൻ കൊടുത്തേക്കുന്നത് കോമൺ എന്ന് പറഞ്ഞതിനകത്ത് ഈ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്, ചാനൽ 1-നകത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചേസർ കറണ്ടിൽ കൊടുത്തിട്ട് ഈ ഒരു ലൈറ്റ് എങ്ങനെ വർക്കാവുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആ ലൈൻ അവിടെ കറണ്ടിൽ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അത് LED ലൈറ്റ് ആയതുകൊണ്ട് സ്പീഡ് കൂടുതലായിട്ട് ഇടുമ്പോൾ അതങ്ങനെ വർക്കാവുന്നില്ല. സ്പീഡ് കുറച്ചിട്ട് നോക്കിയപ്പോൾ ആ ഒരു ലൈറ്റ് ചാനൽ മാറുന്നതിനനുസരിച്ച് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 230 വോൾട്ട് AC വർക്ക് ചെയ്യുന്ന ചേസർ കണക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ കണക്ഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഒരു ചേസർ 230 വോൾട്ട് AC കൊടുക്കുന്നു. ഇതിൻ്റെ കോമണിനകത്തേക്ക് ലൈറ്റിൻ്റെ ഒരു ലൈനും പിന്നെ ഇതിൻ്റെ ചാനലിനകത്തേക്ക് ലൈറ്റിൻ്റെ മറ്റേ ലൈനും കൊടുക്കുന്നു. അത്ര സിമ്പിളാണ്. ഇത് ലൈവിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.